ഓക്കെ. ഇപ്പം ആഹ്, ഈ പറഞ്ഞ ലൈൻഡ് ഇക്വേഷൻസ് മാറ്റി മാറ്റി എഴുതിയതും അതെല്ലാം പറഞ്ഞല്ലോ. ഇതൊക്കെ എന്തിനാന്ന് അറിയണ്ടേ? കുറെ നേരമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ. നമ്മൾ നമുക്കൊരു പോയിന്റിലെ വാല്യൂ തരുന്നുണ്ട്. സപ്പോസ് ഈ ഫംഗ്ഷൻസ് എടുക്കുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറോ സൈൻ എക്സോ ഇ റേസ് ടു എക്സോ. നമ്മളോട് ഈ ഫംഗ്ഷനിൽ എക്സ് ടുവിന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 2 സ്ക്വയർ നമുക്ക് ഈസിലി പറയാൻ പറ്റും. ചിലപ്പോൾ സൈൻ 2 എന്തുവാന്ന് ചോദിച്ചാലും ഒരു വാലിഡ് നമ്പർ അല്ലേ, 2 റേഡിയനിൽ എത്രയെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ കേസൊക്കെ വന്ന് 2.001 1.99 ഇങ്ങനത്തെ കേസ് വന്ന 2ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചതിനോട്ട് അത്ര എളുപ്പമായിരിക്കില്ല 1.99ന്റെ സ്ക്വയർ. കാരണം നമുക്കറിയാം 2ന്റെ സ്ക്വയർ 4, അപ്പൊ 4നേക്കാട്ടിലും ചെറുതായിരിക്കും. പക്ഷെ അപ്രോക്സ് വാല്യൂ നമ്മളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഒരു ഗസ്സാ. കണ്ടുപിടിക്കണമെന്ന് വേണം, സിമ്പിളാ. 1.99 ഇൻറ്റു 1.99 മതി. 2 ഇൻറ്റു 2 ഈക്വൽ ടു 4നേക്കാട്ടിലും പാടാണ് 1.99 ഇൻറ്റു 1.99. ഓക്കെ. അതുപോലെ തന്നെ സൈൻ 2.001 ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ കണ്ടുപിടിക്കും? അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡാ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സൈൻ 2.001ന്റെ ഇത്രയും സ്റ്റെപ്പ് ചെയ്യണം. ഇത്ര ഒരു സ്റ്റെപ്പ് ചെയ്താലേ ഇത്ര ഇങ്ങനെ സാധനത്തിലോട്ട് എത്തും. സിമ്പിൾ അല്ല, മനസ്സിലാക്കണം. അതിന് വേണ്ടിയാ. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് എന്താ? ഒരു പോയിന്റില്ല. നമ്മൾ ഈ ഡെറിവേറ്റീവ് ആയിട്ട് പറയുന്നത് എന്താ? സ്ലോപ്പ് അറ്റ് എ പോയിന്റ്. ഇവിടെ നമ്മുടെ ഇൻട്രസ്റ്റ് എന്താ? ആ ഒരു പോയിന്റില്ല. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഇതുപോലെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യില്ലേ, സിമ്പിൾ ആയിട്ടാണ്. നമ്മൾ ടൈലർ സീരീസിലോട്ട് ഇറങ്ങി വരിക. ഓക്കെ. ടൈലർ സീരീസിലോട്ട് ഇറങ്ങി വരിക. അപ്പൊ എന്ത് ചെയ്യണം? സൈൻ എക്സിന്റെ തന്നെ കർവ് നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുന്ന ഒരു കർവ്, എക്സ് സ്ക്വയറിന്റെ യു ഷേപ്പിലൊരു കർവ്. അപ്പം ആ ഒരു സ്പെസിഫിക് പോയിന്റിൽ നമുക്ക് അറിയണമെങ്കിൽ ഒരു വഴിയുണ്ട്. അതായത് ആ പോയിന്റിൽ ഒരു ലൈൻ വരയ്ക്കണം. എന്ത് ലൈൻ? സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. എങ്ങനെയാടെ ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അതിന്റെ വാല്യൂ കിട്ടുക? കിട്ടും, പറഞ്ഞു തരാം, കിട്ടും. നമ്മുടെ സ്ലോപ്പ് എന്താ? അതായത് ആക്ച്വലി സ്ലോപ്പ് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഈ എഴുതി വെച്ചേക്കുന്നതിലോട്ട് ഒന്നിലും നോക്കണ്ട. നോക്കുന്നത് നോക്കിക്കോ, അതിന്റെ കൂടെ തന്നെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നോക്കിക്കോ, കുഴപ്പമില്ല. ശ്രദ്ധിച്ചാൽ മതി. സ്ലോപ്പ് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതും ഒരു ടാൻജന്റ് അല്ലേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഈ ടാൻജന്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? അതായത് സ്ട്രെയിറ്റ് ലൈൻ ഒരു പ്രത്യേകതയുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ ഭയങ്കര സിമ്പിളാ. സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഒന്നീ y ഈക്വൽ ടു mx പ്ലസ് ബി ബേസ് ആയിട്ട് വന്ന ഇക്വേഷൻ, അല്ലെ നമ്മൾ ഈ പറഞ്ഞത് ഈ പോയിന്റ് സ്ലോപ്പ് ഇക്വേഷൻ ഇതിലോട്ട് എത്തിച്ചാൽ നമുക്ക് ലൈൻ, ഒരു സിമ്പിൾ ലൈനെ റെപ്രസെന്റ് ചെയ്യാൻ എളുപ്പമല്ല. അതായത് ഞാൻ ഒരു കേസ് പറയാം, എക്സ് ഈക്വൽ ടു 1. അതായത് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈൻ എന്താ? എക്സ് ഈക്വൽ ടു 1 ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു വെർട്ടിക്കൽ ലൈൻ. അതായത് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. അതായത് സ്ട്രെയിറ്റ് ലൈൻ റെപ്രസെന്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതായത് ഒരു കർവ്ഡ് ലൈൻ എന്ന് ആലോചിച്ച് നോക്കൂ, ഈ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ലൈൻ. ഒരു കർവ്ഡ് ലൈനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള കോഎഫിഷ്യൻസ് അങ്ങനത്തെ ടേമുകളെല്ലാം ആഡ് ചെയ്യണം. ഓക്കെ. ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ലൈൻ. നമ്മൾ തന്നെ വരയ്ക്കുമ്പോൾ ആലോചിച്ചൂടെ, വരയ്ക്കാൻ സ്ട്രെയിറ്റ് ലൈൻ ആണോ എളുപ്പം, അതോ ഇതുപോലെ വളഞ്ഞു വളഞ്ഞു കിടക്കുന്ന കർവുകളാണോ? സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? അത് എന്താന്ന് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ സിമ്പിൾ ആയെന്ന് മനസ്സിലാവും. ഓക്കെ. ഇപ്പം നമ്മുടെ കോമൺ നോളജ് വെച്ചിട്ട് വരയ്ക്കാൻ സ്ട്രെയിറ്റ് ലൈൻ ആണ് സിമ്പിൾ എന്നുള്ളതും, ഓക്കെ, അല്ല റെപ്രസെന്റ് ചെയ്യാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് സിമ്പിൾ എന്നുള്ളതും ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇനി പോകാൻ നമുക്ക് മനസ്സിലാവും. ഓക്കെ. നമ്മൾ പറഞ്ഞ എന്താ? നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. അപ്പോഴും ഞാൻ നിങ്ങളുടെയൊക്കെ മൈൻഡിൽ ഒരു ക്വസ്റ്റ്യൻ കാണും, എങ്ങനെയാടേ നമുക്ക് ഒരു പോയിന്റിലുള്ള ഒരു വാല്യൂ അറിയണേ, ആ പോയിന്റിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ നമുക്ക് എന്താ കിട്ടാനാ? അതായത് 2.0001 ഒരു വാല്യൂ അറിയണേ, 2.001 നമ്മളൊരു വര വരച്ചിട്ട് എന്ത് കിട്ടാനാ? അതും ആ വര ഏതൊക്കെ രീതി വരയ്ക്കാം? ആ 2.001 മുട്ടുന്ന പല ലൈൻ നമുക്ക് അതിനെ മുറിച്ചോ അതിനെ തൊട്ടോ അല്ലെങ്കിൽ ഏതൊക്കെ വഴി പൊക്കൂടെ? പോസിബിളാ. നമ്മളങ്ങനെ കണ്ണി കാണുന്ന തോന്നിയ ലൈൻ മൊത്തം വരയ്ക്കുന്ന കാര്യമല്ല പറഞ്ഞത്. നമുക്ക് അവിടെ വിടുന്ന ഒറ്റ ലൈനാ. ആ ഒറ്റ ലൈനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ. അതുവഴി പോകുന്നതോ തൊട്ട് പോകുന്നതോ തടവി പോകുന്നതോ മുറിഞ്ഞു പോകുന്നതോ അങ്ങനെ പോകുന്ന ഒരു ലൈനെ, അതായത് ഒരു പോയിന്റ് നമുക്ക് ഇൻഫൈനൈറ്റ് ലൈൻ വരയ്ക്കാം. അതായത് എക്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുക്കുക, അല്ലെ 1 എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുക്കുക. ഓക്കെ. അവിടെ y 0 ആണെങ്കിൽ മാത്രം നമുക്ക് എക്സ് എന്ന് പറഞ്ഞ വെർട്ടിക്കൽ പോയിന്റ് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അവിടെ കണ്ടീഷൻ ഉണ്ട്, y 0 ആവണം. പക്ഷെ y നെ കുറിച്ചൊന്നും നമ്മളൊന്നും പറയുന്നില്ല എങ്കിൽ ആ ഒരു പോയിന്റിൽ നമുക്ക്
ഏതെങ്കിലും ഒരു പോയിന്റിൽ, അത് ജസ്റ്റ് സിമ്പിൾ ആണ്, ഒരു പോയിന്റ് കുത്തിയിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾ എത്ര വര വേണേലും ആ പോയിന്റ് പാസ് ചെയ്യുന്ന എത്ര വര വേണേലും വരയ്ക്കുക, ഇഷ്ടം പോലെ വര വരയ്ക്കുക, ഇൻഫൈനൈറ്റ് വര വരയ്ക്കുക. ഓക്കെ, ഇൻഫൈനൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു പേപ്പറിൽ ഇത്ര നമ്പർ ഓഫ് വരയില വരയ്ക്കാൻ പറ്റും, മാത്തമാറ്റിക്കൽ ഹൈപ്പോത്തസിസ്. ഓക്കെ, ഒരു പോയിന്റിൽ കൂടെ ഇഷ്ടം പോലെ ലൈൻ പാസ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ പറയുന്നത് നമുക്ക് ആ വേണ്ടുന്ന പോയിന്റ്, അതായത് എ എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് വന്ന കണ്ടമാനം വേണ്ടാത്ത ലൈൻ അല്ല, നമുക്ക് ഒറ്റ ലൈൻ മതി. ആ ഒറ്റ ലൈൻ എടുക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ആ ഫംഗ്ഷന് ആ പോയിന്റിലെ വാല്യൂ തന്നെ ആയിരിക്കണം ആ ലൈനിലും ആ പോയിന്റിലെ വാല്യൂ. അതുപോലെ ആ ഫംഗ്ഷന്റെ ആ പോയിന്റിലെ സ്ലോപ്പ് ആയിരിക്കണം ആ വരയ്ക്കുന്ന ലൈനിന്റെ സ്ലോപ്പ്. ഇങ്ങനെ എടുത്താൽ ഒറ്റ ലൈനേ കിട്ടും. ഞാൻ പറയാം, ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് ഒറ്റ ലൈനേ കിട്ടും ആ പോയിന്റിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ ഇപ്പൊ രണ്ട് കണ്ടീഷൻ പറഞ്ഞല്ലോ. അപ്പൊ മൈൻഡിൽ തോന്നുന്നുണ്ടായിരിക്കും ഇവൻ എന്തോന്നൊക്കെ ഇരുന്ന് വിളിച്ചു പോകുന്നു, ഓരോ പൊട്ടത്തരം ഭ്രാന്ത്. അങ്ങനെ ചിന്തിക്കേണ്ട. ഞാൻ പറഞ്ഞെന്താ, നമ്മൾ വരയ്ക്കുന്ന ലൈനിൽ ആ ലൈനിന്റെ ആ പോയിന്റിൽ എന്ന് പറഞ്ഞ പോയിന്റിലെ വൈ വാല്യൂ തന്നെ ആയിരിക്കണം ശരിക്കുള്ള ഫംഗ്ഷന്റെ വൈ വാല്യൂ. എന്താന്ന് പറഞ്ഞുതരാം. നമ്മൾ സപ്പോസ് ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ് ഫംഗ്ഷനാണ് നമ്മുടെ ഉള്ള യു ഷേപ്പിലൊരു കർവ്. നമ്മൾ 2.001 എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്ക് വാല്യൂ അറിയേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് 2.001 പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് അതിന് രണ്ട് കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, ഫസ്റ്റ് കണ്ടീഷനാണ് പറയാൻ പോകുന്നത്. 2.001 വൈ വാല്യൂ എത്ര, അതായത് എഫ് ഓഫ് എക്സ് വാല്യൂ എത്ര, 2.001 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഈക്വൽ ടു ചെയ്യുമ്പോൾ 4.00001 സംതിങ് എന്തൊരു വാല്യൂ കിട്ടും. അപ്പൊ എന്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ 2.001 എന്ന് പറഞ്ഞ പൊസിഷനിലെ വാല്യൂ എന്താ, 4.00001 സംതിങ്. അതേ വാല്യൂ തന്നെ ആയിരിക്കണം നമ്മൾ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ വൈ വാല്യൂ 2.001. അതാണ് കാര്യം, എക്സാക്ട് കാര്യം കൃത്യം. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൽ 2.001 കിട്ടുന്ന വാല്യൂ എന്താണോ അത് തന്നെ ആയിരിക്കണം നമ്മൾ വരയ്ക്കുന്ന ലൈനിൽ. നമ്മൾ വരയ്ക്കുന്ന ലൈനിൽ ഇക്വേഷൻ ഉണ്ടല്ലോ, സപ്പോസ് y ഈക്വൽ ടു എം എക്സ് പ്ലസ് ബി ആണെങ്കിൽ ഈ ബിക്കും ഈ എമ്മിനും ഒക്കെ ഒരു വാല്യൂസ് കാണുമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, ഈ ലൈനിലും എക്സിന് 2.001 ഇട്ട് കൊടുത്താൽ കിട്ടുന്ന അതേ സെയിം വാല്യൂ തന്നെ ആയിരിക്കണം ഇവിടെയും കിട്ടുന്നത്. അതായത് ആ രണ്ട് ഇക്വേഷൻസ്, അതായത് നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ആ 2.001 എന്ന് പറഞ്ഞ എക്സിലെ ആ വാല്യൂ നോക്കുമ്പം കിട്ടുന്ന വൈയുടെ വാല്യൂ സെയിം ആയിരിക്കണം. അതായത് അത് ബേസിക്കലി പറയുന്നത് എന്താ വെച്ചാൽ ആ പോയിന്റിൽ കൂടെ തന്നെ ആയിരിക്കും പാസ് ചെയ്തു പോകുന്നത്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി സെക്കൻഡ് കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇമ്പോർട്ടന്റ് ഈ രണ്ട് കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് കണ്ടീഷനിലെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല, ഒന്നുകൂടെ പുറമോട്ട് വിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും എന്താ പറഞ്ഞത്. ഓക്കെ, ഇനി സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ എന്താ, അതായത് നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷന്റെ ആ പോയിന്റിലെ സ്ലോപ്പ് തന്നെ ആയിരിക്കണം നമ്മൾ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ ആ പോയിന്റിലെ സ്ലോപ്പ്. അതും എന്തുവാന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ദാ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇതിന്റെ 2.001 സ്ലോപ്പ് എന്താ, അതായത് എക്സ് സ്ക്വയറിന്റെ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ സ്ലോപ്പ് എന്താ, സ്ലോപ്പ് മീൻസ് അറ്റ് എ പോയിന്റ് എന്താ, ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ്. അപ്പം എക്സ് സ്ക്വയറിന്റെ 2.001 സ്ലോപ്പ് എന്താ, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് ആ പോയിന്റ് നോക്കിയേ പോലെ, അതായത് 2x വാല്യൂ നോക്കിയേ പോലെ. കത്തിയില്ലേ, ജസ്റ്റ് ഒന്നുകൂടെ പറയാം. അതായത് നമ്മൾ പറഞ്ഞ എന്താ, നമുക്ക് വേണ്ടുന്ന സ്ലോപ്പ് അറ്റ് ആ പോയിന്റ് മസ്റ്റ് ബി സെയിം വിത്ത് ദ സ്ലോപ്പ് ഓഫ് ദാറ്റ് സ്ട്രെയിറ്റ് ലൈൻ അല്ല പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇവിടുത്തെ സ്ലോപ്പ് അറിയണമല്ലോ, ഇവിടുത്തെ ജസ്റ്റ് സ്ലോപ്പ് അല്ല, സ്ലോപ്പ് അറ്റ് എ പോയിന്റ് അറിയണമല്ലോ. സ്ലോപ്പ് അറ്റ് എ പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡെറിവേറ്റീവ് ആണ്. അപ്പൊ സ്ലോപ്പ് അറ്റ് എ പോയിന്റ് നോക്കുന്നു എന്ന് ബേസിക്കലി പറഞ്ഞാൽ ആ പോയിന്റിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു എന്നാണല്ലോ അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ, 2x. ഓക്കെ, അപ്പൊ സ്ലോപ്പ് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, 2 × 2.001, അതായത് 4.002 എന്ന് നമുക്ക് കിട്ടും. അതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ 2.001 സ്ലോപ്പ്.
അത് തന്നെ ആയിരിക്കണം നമ്മൾ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിന്റെ ആ പോയിന്റിലെ സ്ലോപ്പ്. അതായത് ഈ ലൈനിലെ ആ പോയിന്റ് സ്ലോപ്പ് എത്ര? എം. മനസ്സിലായി? അതായത് ഈ എം മസ്റ്റ് ബി സെയിം as 2x ഇൻ ദിസ് കേസ്. അതായത് ഈ ലൈനിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ കേസിൽ ഈ 2x ഈക്വൽ ടു എം ആയിരിക്കണം 2.001 എന്ന് പറഞ്ഞ പോയിന്റിൽ. അല്ല ഇനി ഇതിപ്പോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണെങ്കിൽ 3x² ആയിരിക്കും വാല്യൂ. ഓക്കെ, അങ്ങനെ 3x²ന്റെ 2.001 വാല്യൂ നോക്കുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ തന്നെ ആയിരിക്കണം ഈ എം. മനസ്സിലായോ? അതാണ് സെക്കൻഡ് കണ്ടീഷൻ. മനസ്സിലായില്ല ഞാൻ ഒന്നുകൂടെ പറയുന്നു, പുറമോട്ട് പോയിട്ട് ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ കേട്ടു നോക്കുക. അപ്പൊ കറക്റ്റ് കാര്യം മനസ്സിലാവും. ആ രണ്ട് കണ്ടീഷൻ എന്താണ്? ഈ രണ്ട് കണ്ടീഷൻ മനസ്സിലായാൽ മാത്രമേ നമുക്കിനി ബാക്കി പറയാൻ പറ്റും. ഈ പറഞ്ഞ സാധനം ഞാൻ ജസ്റ്റ് ഒന്ന് വിഷ്വലി കാണിച്ചു തരാം. അതിനുവേണ്ടി സിമ്പിൾ ഗ്രാഫ് എടുക്കുക. നമ്മൾ ഈ 2.001 എന്ന് പറഞ്ഞ വാല്യൂ ഒന്നും ഇപ്പോഴും എടുക്കുന്നില്ല, കോംപ്ലിക്കേറ്റഡ് ആക്കി. ഒരു 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു വാല്യൂ എടുക്കാം. നമ്മൾ കുറെ നേരമല്ല വിഷ്വലിലോട്ട് കയറിട്ട്. ഓക്കെ, ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഗ്രാഫാണ് ഇത്, യു ഷേപ്പ് ഗ്രാഫ്. ഓക്കെ, എനിക്ക് ഇവിടെ 1 എന്ന് പറഞ്ഞ പോയിന്റിലെ വാല്യൂ ആണ് അറിയേണ്ടത്. ഓക്കെ, മണ്ടൻ ചോദ്യമാണെന്ന് പറയരുത്. കാരണം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 വാല്യൂ വെച്ചാൽ 1² 1 എന്ന് നമുക്കറിയാം. ഓക്കെ, ഞാൻ അതിനല്ല, ഞാൻ അന്ന് വിഷ്വലി ഒന്ന് കാണിച്ചു തരാൻ, അതിന്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയാ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ സ്ഥലത്ത് എടുത്ത. ഓക്കെ, നമ്മൾ പറഞ്ഞ എന്താ നേരത്തെ കേസ് വെച്ച് നമ്മൾ 1 കൂടെ പോകുന്ന ലൈൻ വരയ്ക്കണം. അങ്ങനെ ഏത് ലൈൻ ഒന്നും വരച്ചാൽ പോരാ, ആ വരയ്ക്കുന്ന ലൈനിന്റെ വൈ വാല്യൂ അറ്റ് 1 സെയിം ആയിരിക്കണം. ഈ പോകുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ വൈ വാല്യൂ അറ്റ് 1 സെയിം ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ സ്ലോപ്പുകൾ സെയിം ആയിരിക്കണം. ഇതിന്റെ അകത്തൂടെ ഇവിടെ കൂടെ വരയ്ക്കാൻ പോകുന്ന ലൈനിന്റെ സ്ലോപ്പ് സെയിം ആയിരിക്കണം. ഈ ഫംഗ്ഷന്റെ ഈ പോയിന്റിലെ സ്ലോപ്പ് സെയിം ആയിരിക്കണം. ഓക്കെ, ഞാനൊരു ലൈൻ അങ്ങ് വരയ്ക്കാൻ പോവാം. ഓക്കെ, ഇത് നേരത്തെ അതേ ഗ്രാഫ് തന്നെ, ഒന്ന് മേലോട്ട് പൊക്കിയെന്നേ ഉള്ളൂ, തെറ്റിദ്ധരിക്കണ്ട. ഓക്കെ, ഞാൻ ലൈൻ വരച്ചു. ആ ലൈൻ നോക്കിയാൽ ഇവിടെ മുട്ടി. ഓക്കെ, ഇനി ഇങ്ങനെ പറയില്ല ഇവിടെ കൊണ്ടല്ലോ ഇങ്ങനെ പോകുന്നത്. ഫോർ ദ സിംപ്ലിസിറ്റി ജസ്റ്റ് ഇവിടെ കൂടെ മാത്രമേ പാസ് ചെയ്യുന്നു എന്ന് ചിന്തിച്ചാൽ മതി. കാരണം കാണിക്കാൻ വേണ്ടി അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് വെച്ചിട്ട് ഡോട്ടഡ് ലൈൻ വരച്ചാൽ വിഷ്വലി അങ്ങനെ തോന്നുന്നേ ഉള്ളൂ. ഈ ലൈൻ എക്സ് ഈക്വൽ ടു ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുള്ളൂ, ഈ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. നമ്മൾ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റിലെ വാല്യൂ ഇടണം. അപ്പൊ നമ്മളൊരു ലൈൻ വരയ്ക്കണമെന്ന് പറഞ്ഞു, കണ്ടീഷനെ പറഞ്ഞു. നമ്മളത്തെ ലൈൻ വരച്ചു. ആ ലൈൻ 1 ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 1 കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം എന്താ നമുക്ക് വേണ്ടുന്ന എക്സ് ഈക്വൽ ടു 1 കാര്യം. ഓക്കെ, നമ്മൾ വന്ന് രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഓക്കെ, രണ്ട് കണ്ടീഷനിൽ ഫസ്റ്റ് കണ്ടീഷൻ, ഈ നമ്മുടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ എക്സ് ഈക്വൽ ടു 1 വാല്യൂ എത്ര? എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതിന്റെ വൈ വാല്യൂ എത്ര? 1. കാരണം നമുക്ക് നാച്ചുറലി അറിയാമല്ലോ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ അവിടെ എഫ് ഓഫ് എക്സിന് 1 ഇട്ട് കൊടുത്താൽ വൈ വാല്യൂ എത്ര? 1 ആയിരിക്കണം. നമ്മൾ കണ്ടീഷൻ പറഞ്ഞെന്താ, നമ്മുടെ ലൈനിനും എക്സ് എന്ന് പറഞ്ഞ 1 പോയിന്റിൽ വൈ എന്ന് പറഞ്ഞ വാല്യൂ 1 ആയിരിക്കണം. അവിടെ നോക്ക്, കണ്ട? അതായത് ഈ ബ്ലൂ കാണിക്കുന്ന ലൈനിന്റെ അവിടെ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ എത്ര? 1. വൈ എന്ന് പറഞ്ഞ വാല്യൂ എത്ര? 1. തൊട്ട് മേളിൽ ഗ്രാഫിൽ നോക്ക്, എക്സ് എന്ന് പറഞ്ഞ വാല്യൂ എത്ര? 1. വൈ എന്ന് പറഞ്ഞ വാല്യൂ എത്ര? 1. ഇനി താപ്പോട്ട് ഇറങ്ങി നോക്ക്, എക്സ് എന്ന് പറഞ്ഞാൽ 9.950, പക്ഷെ അതേ പോയിന്റ് വൈയുടെ വാല്യൂ നോക്ക്, കണ്ടോ? വ്യത്യാസമുണ്ട്. കണ്ടോ? ആ ഒരു ഒറ്റ പോയിന്റിൽ മാത്രമേ എക്സിന്റെയും വൈന്റെയും വാല്യൂ സെയിം ആയിട്ട് വരൂ, ഇല്ലാത്തടത്തെല്ലാം മാറും. ആണ് നോക്ക്, എക്സ് വാല്യൂ സെയിം ആയിരിക്കും, പക്ഷെ വൈ വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ വൈ വാല്യൂ 0.81, ഇവിടെ വൈ വാല്യൂ 0.80. ഇനി അങ്ങോട്ട് പോകുന്നതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും, നമുക്കറിയാമല്ലോ. പക്ഷെ കണ്ട, ഈ പോയിന്റിൽ മാത്രം നോക്ക്, എക്സ് വാല്യൂ വൈ വാല്യൂ രണ്ടിനും സെയിമാ. ഓക്കെ, ഓഫ് കോഴ്സ് എക്സ് വാല്യൂ സെയിം ആയിരിക്കും, നമുക്കറിയാം, നമ്മൾ വന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റിൽ അറിയേണ്ടത്. പക്ഷെ വൈ വാല്യൂ ആ പോയിന്റ് സെയിം ആയിരിക്കണോ നമ്മൾ പറഞ്ഞ്, അതുകൊണ്ടാണ് സെയിം. പക്ഷെ ഇങ്ങോട്ട് പോകുമ്പോൾ നോക്ക്, കണ്ടോ? ആ സെയിം പോയിന്റിൽ തന്നെ വൈയുടെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. ഫസ്റ്റ് കണ്ടീഷൻ ഇപ്പൊ എന്താണെന്ന് മനസ്സിലായി? അതായത് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എക്സ് ഈക്വൽ ടു 1 നമ്മൾ ഈ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ വൈ വാല്യൂ ഇതിന്റെ വൈ വാല്യൂ സെയിം ആയിരിക്കണം, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ കേസ് സ്ലോപ്പ് സെയിം ആയിരിക്കണം എന്ന് വന്നല്ലോ. ഓക്കെ, ഈ കാണുന്ന ലൈൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ.
അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്താ 2x. അപ്പൊ ഈ പോയിന്റിൽ സ്ലോപ്പ് എന്താ 2 ഇൻറ്റു എക്സ്, അതായത് 2 ഇൻറ്റു 1 ഈക്വൽ ടു 2. അതായത് ഈ പോയിന്റിൽ ഈ കാണുന്ന റെഡ് കർവിന്റെ സ്ലോപ്പ് എത്ര 2. ഈ ഗ്രീൻ ലൈൻ കണ്ടോ, ഈ ഗ്രീൻ ലൈൻ്റെ ഇക്വേഷൻ എന്താണെന്നറിയോ? നമ്മൾ വന്നില്ല y ഈക്വൽ ടു mx പ്ലസ് ബി ആണ്. ഇവിടെ ബി എന്താണെന്നറിയോ? ഇവിടെ ബി -1 ആണ്. അതായത് നോക്ക്, y എന്ന് പറഞ്ഞ ഇന്റർസെപ്റ്റ് പോയിന്റ് ആന്ന് പറഞ്ഞല്ലോ. ഇവിടെ y കട്ട് ചെയ്യുന്ന ഇവിടെ ശ്രദ്ധിച്ചു നോക്ക്, y -1 വന്ന് കട്ട് ചെയ്യുന്നത്. അപ്പൊ y ഈക്വൽ ടു mx പ്ലസ് ബി എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്തോ y ഈസ് ഈക്വൽ ടു mx -1 എന്നോ. ഓക്കെ, ശ്രദ്ധിച്ചേക്കണം, y ഈക്വൽ ടു mx -1. ഇനി നമുക്കറിയാം ഈ പോയിന്റിലെ സ്ലോപ്പ് അറിയേണ്ടുന്നത്. അപ്പൊ y ഈക്വൽ ടു mx -1. ഓക്കെ, അപ്പൊ m എന്തുവാ 2. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്ന ഒരു പേപ്പറിൽ എഴുതി നോക്ക്. y എന്ന് പറഞ്ഞ വാല്യൂ 1 ഈക്വൽ ടു m ഇൻറ്റു 1 -1. മനസ്സിലായോ? അപ്പൊ എങ്ങനെ വരും? m ഈക്വൽ ടു 2. നമ്മൾ പറഞ്ഞ റെഡ് കർവിന്റെ ഈ പോയിന്റിലെ സ്ലോപ്പ് എത്ര 2 ഇൻറ്റു 1, അതായത് 2. മനസ്സിലായി? അതായത് ഈ പോയിന്റിൽ ഈ വരയ്ക്കുന്ന ബ്ലൂ ലൈനിന്റെ ഇതിന്റെ സ്ലോപ്പ് സെയിമാ. മനസ്സിലായി? ഇതാണ് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ. പിന്നെ ഒരു കാര്യം സ്പെഷ്യലായിട്ട് ഓർത്ത് വെക്കേണ്ടുന്നത്, ഇത് സ്ട്രെയിറ്റ് ലൈനാണ്, ഇതിന്റെ സ്ലോപ്പ് എല്ലായിടത്തും സെയിമാ, മാറാനേ പോകുന്നില്ല. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് സെയിമാ. മറ്റേ കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ ഞാൻ വിഷ്വലി എന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പൊ കത്തിയല്ല, നമുക്ക് തിരിച്ച് മറ്റേലോട്ട് തന്നെ വരാം.